അല്ല കേൾക്കാമെങ്കിൽ ഈ മൈക്ക് എടുത്തോ കാര്യം ഇല്ല ചോദിച്ചോളൂ ചോദിച്ചു ഞാൻ തിയേറ്ററിൽ ഞാൻ രാവിലെ 2 ലക്ഷമൊക്കെ വരുന്നതിൽ പോയിരുന്നു. ഭയങ്കര നല്ല രസമുള്ള ഒരു പ്രതികരണമായിരുന്നു പ്രേക്ഷകർ കിട്ടിയത്. ഭയങ്കര അത്രയൊന്നും ഇഷ്ടമായിരുന്നു പറഞ്ഞവരോട്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കാണ് കേൾക്കുന്നത് പ്രേക്ഷകർ പ്രതികരണം. അത് പ്രേക്ഷകരിൽ നിന്നാണ് കേൾക്കുന്നത്. അത് ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ കിടക്കെ എല്ലാം സ്റ്റാർട്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിന്റെ പുള്ളി പറയുന്നത് അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. അതിൽ സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വേണ്ടത് എന്ന് ജനറലി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യം. ഒരു ഡിസിപ്ലിൻ ഇല്ലായ്മ അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകൾ ഏറ്റവും നല്ല ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർട്ടും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുന്നിൽ കണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയി അത് കീപ്പ് ചെയ്യണം. അത് താഴെ പോകാനായിട്ട് പറ്റില്ല. നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളൊരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു ഗംഭീര സൂപ്പർ സ്റ്റാറിന്റെ ചരണിക്കുന്ന കഥ എന്നുള്ള തന്നെയാണ് ഞാൻ. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനമാണ് അയാൾ ചെയ്യേണ്ടത്. അതിലേക്ക് ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക, ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡും അയാളുടെ ചുറ്റുമുള്ള ഒരുപാട് ഈ പറയുന്ന പോലെ സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലി എന്താണ്, അയാൾ എന്ത് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്, അത് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും സംവിധായകന്റെ ഐഡിയയായിരുന്നു അത്. മാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെയും നാടകവും തുടങ്ങിയ സങ്കേതങ്ങളെയൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ആക്ടറിന്റെ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. അൾട്ടിമേറ്റ്ലി ആ ഡയറക്ടറാണ് ഡെഫിനറ്റ്ലി അത് ചെയ്യുന്ന ഐഡിയയായിരുന്നു. ഇപ്പൊ എല്ലാ സിനിമയിലും ലാലിനേക്കാൾ ബന്ധപ്പെട്ട എല്ലാ സിനിമയിലും സുരേഷേട്ടനുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ സജീവമാണെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിതം. ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ്. ഈ സിനിമയുടെ കഥയുടെ തുടക്കം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അറിവ്. പിന്നീടാണ് ഞാൻ ഈ ഒരു ക്യാരക്ടറിലേക്ക് ഞാൻ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ജീൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനെ ചിലപ്പോൾ ഞാൻ ജീൻ്റെ പോലെ ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആൾക്കാരാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനർ മൈത്രി മൂവി മേക്കേഴ്സ് അത് വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ കുട്ടമ്മയുടെ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ ത്രൂഔട്ട് അഭിനയിക്കാൻ കഴിയുന്നു. ഒരു വലിയ സപ്പോർട്ട് അതിൻ്റെ പുറകെ ഉണ്ടായിരുന്നു. സംവിധായകന് മാത്രമല്ല എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാർ ഇതൊക്കെ തന്നെ സൗകര്യം എല്ലാവരും
ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും ഞാൻ ഉള്ളിലുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം ഇംപ്രവൈസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് അലൻ ആന്റണി, അനൂപ്, അതുപോലെ എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്രം ആണ് ഭയങ്കര ഒരു ഏരിയ ഉണ്ട് അവിടെ സ്പെഷ്യൽ. അതിന് റിയൽ ലൈഫ് ആയിട്ട് ആയെങ്കിലും ഇപ്പോൾ ഇടപെടൽ ചേട്ടൻ പോലെ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തില്ല? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിൻ്റെയും എല്ലാ വലിയ നടന്മാരുടെയും പുറകെയും ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്നുള്ളത് തന്നെയാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് ഈ സിനിമയ്ക്ക് പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അത് നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റത്തിൽ കാണുന്ന പോലെ അല്ല. അവരുടെ പിന്നിൽ രാത്രിയും പകരമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ ലേറ്റാക്കുക, അടുത്ത വിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഒരു സിനിമയുടെ അകത്തൊരു രംഗമുണ്ട്, എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട്, നല്ല ഓട്ടോറിക്ഷയാണ് എൻ്റെ വാഹനം എന്നത്. ഇത് വാങ്ങിയ എപ്പോഴും സെൻട്രോൾ ആവില്ല. ഇപ്പോൾ ടോബിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിപ്പയറാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിപ്പയറല്ല. കഞ്ഞിപ്പയർ ഇഷ്ടമല്ല, അതും കഴിക്കാറില്ല. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മൾ നമ്മൾ മനഃപൂർവ്വം സാധനം അത് കഴിയുമ്പോൾ അതല്ലാണ്ട് മനസ്സിലായ പോലെ നഷ്ടത്തിനെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരുന്നില്ല. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്നത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അയാള് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈനിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അയാൾക്ക് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവിടുന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ മുഴുവൻ അതിൽ തന്നെയാണ്. എന്റെ അത് എന്നെ എന്തെങ്കിലും തന്നെ അധികമായിട്ട് കാണുന്നു. ഞാൻ സംസാരിക്കുന്നു, നമ്മളൊക്കെ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് തന്നെയാണ് എപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർട്ട് ഒന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. അയാൾക്കുണ്ടായ ഒരുപാട് ഇതിനെ കുറിച്ച് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുമൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളുടെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് വേണ്ടി ചാനൽ ചെയ്യാൻ എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവർ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേകം എടുത്ത് വയ്ക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ലാലിന്റെ സിനിമകളെല്ലാം ഭയങ്കര യങ്ങായിട്ട് അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള ക്യാരക്ടേഴ്സിന്റെ ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ് വരുന്നത്. ആ ഒരു ലെൻസ് എന്താണ് ഇത്ര യങ്ങായിട്ട് വരുന്നത്? മറ്റ് കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം നേക്കപ്പെട്ട് അഭിനയിച്ചതേ ഉള്ളൂ. ശരിക്കും ഇതാണ് ശരിക്കും യങ്ങാണ്. ഇതൊക്കെ നമുക്ക് തരുന്ന ഒരു കഥാപാത്രങ്ങളനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അന്ന് തൊട്ടിട്ട് ഈ സാധനം മനസ്സിൽ തന്നെ കിടക്കുന്നത് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെയും കാണിക്കാത്ത ഇതിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പ് ഒക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുള്ള ഒന്നല്ല
തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന് കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള പഠിക്കുന്ന ഒരു കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലെനിൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിട്ട്? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളും ഉപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്കറിയാം അയാള് പുള്ളിയുടെ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയാണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തോന്നുന്നത് ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ചോദിച്ചാൽ അപ്പൊ സത്യമേ പറയൂ, ലെനിൻ സത്യമേ പറയൂ. അപ്പോ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ്. അല്ലാതെ മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല ലെനിൻ. ഇപ്പോ സിനിമയുടെ അകത്ത് ഒരുപാട് ലാലേട്ടൻ നമുക്ക് റെഫറൻസുകളുണ്ട്. അതായത് തിയേറ്ററിൽ നിന്ന് മൊത്തം കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്ത് എല്ലാവരും കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് വിരലുകൾ കൊണ്ട് അഭിനയിക്കുന്ന ലാലേട്ടനെ പറ്റിയുള്ള റെഫറൻസ് ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ, അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, അതിനകത്ത് ബാലൻസിന്റെ കാര്യം ഇത് അവർ രണ്ടുപേരും മാത്രമല്ല, വേറെ ആക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട്. ആയുഷ്മാൻ ഖുറാന പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴേ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നു. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സ്ത്രീകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണ്. നമുക്കും എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമ്മളത് അങ്ങനെ പറയുന്നതല്ലേ, കാര്യങ്ങളിലുള്ള അഭിനയിക്കുന്നതാണ് നമുക്ക് അങ്ങനെ നമ്മൾ ഓൺസ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് പുള്ളി കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ പുതിയതായിട്ട് ഞങ്ങൾ എന്തെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിനേക്കാൾ ഉപരി നമ്മുടെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന എന്താ പറയുക, ആൾക്കാർ അതറിയാവുന്നതാണ്. എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്ന തോന്നിയത് തന്നെയാണ്. അല്ലാണ്ട് അതിന്റെ ഒരു ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമുക്ക് ആയുഷ്മാൻ ഖുറാനൊക്കെ സിനിമ കണ്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയുന്നില്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയിൽ ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗബിനിയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അത് അങ്ങനെ കണ്ടില്ല, ഇങ്ങനെ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ പറയാറുള്ളതാണ്. നമുക്കിടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമുക്ക് അറിയുകയും നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിട്ടുള്ളതാണ്. അത് ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലുള്ള ചെറിയ ഇംപ്രവൈസേഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു തന്നെയാണ്. അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതിപ്പോ ബാലു എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട് ചേട്ടൻ കഴിവൊക്കെ ഉണ്ട്. പക്ഷെ ചേട്ടൻ കിട്ടിയ ഒരു ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ ചെയ്തിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യം പടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ ക്യാരക്ടർ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെയും മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവ് ആയിട്ട് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കാനൊക്കെ നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ ഹിറ്റായ ഒരാളായിട്ട് അപ്പൊ അത്ര മോശം ആക്ടർ അല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ പറഞ്ഞില്ലാത്ത എഫേർട്ടാണ്. എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത്. ഡേവിഡ് പടിക്കലിൽ നിന്നുള്ള ആ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപൻ ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം. പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപകടനയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടൊക്കെയോ വിവരിച്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർഡം പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗർബലത്തായിട്ടുള്ള ഒരു ആളാണ് ടോബി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്റ്റാർഡത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പം അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ
ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്താണ് പറയുന്നത് ഈ ഒരു ക്യാരക്ടറുമായി? ഇതിനകത്ത് ഈ ക്യാരക്ടറിനാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളോടുള്ള റിവെഞ്ചും അല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല, പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ടിനെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തന്നെ ആക്ടറായി മാറുന്നു എന്നതിനേക്കാളുപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുമ്പോൾ അതല്ല ഇതിന്റെ മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ച് പോയതും അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാട്ടോ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2-3 സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകളൊക്കെ മാറുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിൽ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക, നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയില്ലെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തിയെ, ഏതൊരു വ്യക്തിയായിക്കോട്ടെ, ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ എന്നാണ് മാറിപ്പോയെന്ന് പറയാനായിട്ട് നമുക്ക് അയാൾ മുൻപരിചയമാണ്. അപ്പൊ അതെനിക്ക് അറിയില്ല, നിങ്ങൾ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ ഒരു 3 സിനിമകളൊക്കെ അയാളുടെ ഹിറ്റായത് അയാളുടെ ആ സമയത്ത് അതുകൊണ്ടായിരിക്കും. ആ സമയത്ത് അയാൾ കുറച്ചുകൂടെ ആളുകളുടെ ഇടവേള അടുത്ത ഇടവേളയിൽ ജീവിച്ചിരുന്നായിരിക്കും, റിയാലിറ്റിയിൽ തന്നെ ആയിരിക്കും അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ചാൽ അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകുക എന്നുള്ളതിനേക്കാളൊപ്പം കുറച്ചുകൂടെ ലോകം മാറുന്നതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശകൾ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമ വാർത്തയായിട്ട് ചിലപ്പോൾ ഇയാളെ എഫേർട്ട് ഇടണം മാത്രമായിട്ടുണ്ടാവില്ല, അന്ന് അത് മതിയായിട്ടുണ്ടാവും. പിന്നീട് അങ്ങോട്ട് സിനിമ മാറിയ കാലം മാറിയ സമയത്ത് ഡേവിഡ് പടിക്കലിന് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടംപററി ആക്ടേഴ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതിനെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അതൊക്കെയായിരിക്കും. ഈ സൗമിനി സിനിമയുടെ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കലുമാമൊക്കെ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവര് പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല. അതൊക്കെ ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാറ്ററി പോലും അത് ഉന്തി സ്റ്റാർട്ട് ചെയ്യുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമ്പോ പൈപ്പിന്റെ അടി കൊണ്ട് കഴിവിടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടോവിനോ, ആ സാധാരണ ടോവിനോ ഉണ്ട്. ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അവർക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിനർത്ഥം ആ ടോവിനോ എപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു മറ്റേ സാധാരണക്കാരുടെ ഒപ്പമാണ് എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരോ അല്ല എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്നെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച് കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിലുള്ള സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് എന്റെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ ഫ്രണ്ട്ഷിപ്പുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാർ. ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എന്റെ പഴയ
ഒരുപാട് കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിനകത്തൊന്നും ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പഴയതൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ് നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള സിനിമകളുടെ റെഫറൻസുകൾ സാധാരണയാണ്, പക്ഷെ അത് പോസ്റ്റ് ആവുന്നുള്ള നമുക്കൊരു ഡിവിഷൻ ഉണ്ടാവും. ഈ മിന്നലുകളുടെ റെഫറൻസ് പോസ്റ്റ് ആവുന്നുള്ളത് ആദ്യം സിനിമയാണ്. അയ്യോ, അതെനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിന് അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് കൊണ്ട് ഇതുപോലെ മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നി. കാര്യം മിന്നൽത്തുള്ളി ചെയ്യണ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്പോയിലർ ആവുന്നതിനെ കൊണ്ടാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളൊക്കെ റെഫറൻസ് ഉണ്ട്, ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചാൽ ഫോണെടുക്കാത്ത പോലെ അങ്ങനെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല ആക്ച്വലി എന്താ നടക്കുന്നത്. നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കുക, പക്ഷെ വളരെ ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവോ അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്? ഒരിക്കലും ഒരാളെ ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഓരോ സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തില്ല. നമ്മുടെ റൈറ്റിലാണ് സുബിൻ ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് സുബിനോട് ചോദിക്കാം. ഇല്ല, പക്ഷേ ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസിലാണ്. അങ്ങനെ ഈ ബോർഡർ ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അത് ശരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിൻ്റെ ഉത്തരം പറയേണ്ടത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സൗകര്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ചൊരു സിനിമ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ്? സൗബിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയാണ്. സൗബികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളിയും വളരെ സീരിയസ് ആയിട്ട് സിനിമ ഞാൻ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാളെ ഇതൊരു ആക്ടിങ് ട്രെയിനർ വരുന്ന സമയത്ത് അയാളും എല്ലാം തന്നെ ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നും അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാളും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശയൊക്കെ നടക്കുന്നു എന്നാലും അയാളുടെ ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമ്മൾ ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല, അയാളുടെ ഒരു ക്യാരക്ടറിന്റെ സവിശേഷതയും കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സംഭവിക്കുന്ന ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സമയത്ത് വർക്ക് ചെയ്യുന്നത്. അല്ല, ഡേവിഡ് വളരെ മോശപ്പെട്ട ആളാണ്. അതുകൊണ്ടാണ് അയാൾ അദ്ദേഹം പരാമർശിക്കുന്നത്. അയാളത് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ, അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളി ഒരിക്കലും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടിട്ടാണ് അയാൾ ആ സീനിൽ അത് വിളിക്കുന്നത്. അത് ഡേവിഡ് എന്ന് പറയുന്നതിന് നമ്മൾ ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറഞ്ഞു ആ ഒരു വാക്കിന്റെ കാര്യമാണ്. ആ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കുമല്ല. അങ്ങനത്തെ ഒരു പ്രീകൺസീവ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്നു ആ ക്യാരക്ടർ അത്ര എല്ലാം തികഞ്ഞവരല്ല. അത് കാരണം കൊണ്ട് അവൻ പല മോശം കാര്യങ്ങൾ പറയും. അതെങ്ങനെ നമ്മൾ തുറന്നുകൊണ്ട് കാണിക്കുന്നത്.
പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് റിഡംഷൻ അയാൾ സംഭവിക്കുന്നുള്ളൂ. റൈറ്ററിനോടാണ് സിനിമ തുടങ്ങുമ്പോൾ അതിലൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം വേഴ്സ് ആവുന്നത് അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും, അവിടെ ഒരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചുകൂടി സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി പൾസേറ്റിംഗ് ആക്കാൻ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മളിങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ് നമ്മൾ വെച്ചാൽ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാരെ കൊടുക്കാം എന്നുള്ളൊരു തോട്ടിലാണ് സിനിമ വീണ്ടും വീണ്ടും കാണാൻ വൺ ടൈം വാച്ചല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പോൾ എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ അതായത് നമ്മൾ ബാക്കിയുള്ളതൊന്നും കേൾക്കാൻ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്ന ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ചുകൂടെ ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നതും തന്നെ ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെ ഞങ്ങൾ സിനിമയുടെ വിജയമായിട്ട് കരുതുന്നു. ഈ രഞ്ജിത് സാറിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂട്ടർ വാണത്തിനൊക്കെ വിളിപ്പിക്കാൻ ആ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി നമ്മുടെ സപ്പോർട്ടീവാണ് എടുത്തത്. അത് എന്താ പറയുക, അത് പൊതുവേ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്ക് പ്രശ്നമായിട്ട് തോന്നില്ല, പുള്ളിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. ഹാപ്പി ആയിരുന്നു അങ്ങനത്തെ പരാമർശങ്ങൾ വേണോടാണ്. എന്നെക്കാളും സാറായിട്ട് കൂടുതലായിട്ടുള്ള സുരേഷേട്ടാണ് സുരേഷേട്ടോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം ഞങ്ങൾ ഒരു ദിവസമല്ല കുറേ ദിവസങ്ങൾ ഷൂട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഭയങ്കര ഫണ്ടായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിലുണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ പറഞ്ഞ് ചികിത്സ കളിച്ചു അത് നമുക്ക് പെട്ടെന്ന് പുറത്ത് നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള എമോഷൻസും ഇവർ രണ്ടുപേരും കൂടെയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര ഓർക്കാനായിട്ട് തോന്നി. പുള്ളിയുടെ ചെറിയ റാഗിങ് പോലത്തെ അപ്പോൾ അതൊക്കെ അത് നല്ലൊരു ഇമോഷൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ പുള്ളി സിനിമയിൽ ഭയങ്കര ഇൻവോൾവ് ആയിട്ട് പുള്ളി ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ പുള്ളിക്ക് അതിനൊരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞാൻ കിട്ടിയിട്ടില്ല. ശരിക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ചില സിറ്റുവേഷനിൽ ഡേവിഡ് ഡിസൈൻ ചെയ്ത് എങ്ങനെയാണെന്നൊക്കെ. അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് ഈ ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസ് വേണമെന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത്. ഒരു ഒറിജിനൽ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ എനിക്കൊന്ന് സോങ് കാണാത്തവർക്കും അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് വന്നാണ് ഒറിജിനൽ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. തീർച്ചയായിട്ടും ബേസിക്കലി എനിക്ക് പേഴ്സണൽ തോന്നിയാലും നമ്മളിപ്പം സോഷ്യൽ മീഡിയ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാറ്. കാരണം സിനിമ മാത്രമല്ല ലോകം എന്ന് പറയുന്നത് ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്. സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുന്ന ഒരു ജോണർ മാത്രമാണ്. അതിൽ ഒരുപാട് ജോണർ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പോൾ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു റിപ്പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പിന്നെ പിന്നെ ആൾക്കാർക്ക് കാണാൻ ഒരു തൊരണ്ടാക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത് ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തോട് പറയണം എന്ന് തോന്നിയിട്ട് പുറത്ത് നമ്മളായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈൻ സ്റ്റാർസ് ചെയ്യുന്നതുകൊണ്ട് ഞാനും ഷൈൻ ചെയ്യുന്നു. അപ്പോൾ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമില്ല. നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ ഉദയനാണെങ്കിൽ അത് ലോകദാസ് സാറും അതുപോലെ കൊച്ചനീപ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത്. ശരിക്കും പുള്ളി തന്നെ ഇന്ത്യ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന ഡയലോഗ് നമുക്ക് ഭയങ്കര ബിലീവബിളായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. അത് വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അത്ര ബിലീവബിളല്ല. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിനെ അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു ബിലീവബിലിറ്റി അതുപോലെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് വരാൻ വേണ്ടി തന്നെ അങ്ങനെ നമ്മൾ നടത്തി കാസ്റ്റ് ചെയ്യണം.
ഡേവിഡ് ബെക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോള്. നമുക്ക് ശരിക്കറിയാം ഡേവിഡ് ബെക്കൽ എത്രത്തോളം അദ്ദേഹം ഞാൻ ഒരു മോശമെന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ളിലൊരു ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം. ആ പോകുന്ന സിറ്റുവേഷൻ ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറെ ഉണ്ട്, ബാബുവിൻ്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് ഉള്ളത്. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് ബെക്കലിൻ്റെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത്തരത്തിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പോൾ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞങ്ങൾ പറയുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ആ ഡേവിഡ് ബെക്കലിന്റെ ആ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാൾ വിളിച്ചു പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇവനോടുള്ള സ്നേഹമാണ്, ഇതുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് ഇവൻ പോകുന്നത്. അത് അതാണ് ആ ഒരു മൊറാലിറ്റി, മോറൽ ഒബ്ലിഗേഷൻ ഒക്കെ ഇയാൾക്ക് ആ സമയമാകുമ്പോഴത്തേക്ക് വന്നു എന്നുള്ളതാണ് ആ സീനിലൂടെ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനൊക്കെ ഉണ്ടാക്കി പേടിച്ചു പോലും ഒരാളെ വെച്ച് അങ്ങനെയൊന്നും ആർക്കും എനിക്കറിയില്ല, എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. കണ്ടിട്ട് ആരെങ്കിലും നമുക്ക് ലാലന്റെ കുറിച്ച് ഞങ്ങൾക്ക് ചാവാൻ പോകുന്ന ചാവേണ്ടി വരുട്ടോ. കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്ന പരിപാടിയാണല്ലോ. വെറുതെ കുറിച്ച് ഞാൻ ആരാധകരാണ് ഞാൻ ചാവാൻ പോകുന്നത് നടക്കുന്ന കേസ് സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളല്ല. ഇതിന്റെ ട്രെയിലർ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു, പക്ഷെ അത് ഫിലിം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ ജേണിയാണ് ഡേവിഡിന്റെ. പക്ഷെ അത് പ്രേക്ഷകർക്ക് മിസ്ലീഡിങ് തോന്നുന്നു. ആ ഇമോഷണൽ ജേണി മോശമാണോ? അല്ല കണ്ടതാണോ? സിനിമ കണ്ടിരുന്നോ? അങ്ങനെ മോശമായിട്ട് തോന്നുന്നു. ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടക്കം മുതലേ പറയുന്നത് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതികേട്ട സൂപ്പർ സ്റ്റാറിനെ കലയിരിക്കുന്ന കഥാപാത്രത്തിന്റെ പേരിലേക്ക് പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ല. ഞാൻ കൃത്യമായിട്ടത് നേരത്തെ പറഞ്ഞിരുന്നു. ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈനർ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ കളർത്തിയതില്ലേ, അതിനൊപ്പം വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പറയുന്നത് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മളങ്ങനെ സിനിമയുടെ എന്താ പറയുക ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ഇമോഷണൽ ജേർണി മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാതിരിക്കുന്നു. ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ, അത് ശരിക്കും ഉണ്ടായിരുന്നു, തുടക്കം മുതലുണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ഏട്ടനാണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന രൂപത്തിൽ കോസ്റ്റ്യൂംസിന്റെ ഒരു ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിൽ ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് ആണെങ്കിലും പറയും എന്ന് പറയുന്നത് നല്ല രസമുള്ളതായിട്ടാണ്. സൗബികയുടെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. അങ്ങനെ ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് സാധാരണ ഒരു പച്ചമൻ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്ദ്രന്റെ ക്യാരക്ടറും ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലെ ഒരു ഐഡന്റിറ്റി അത് കഥ പറയുന്ന സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. കാറിന്റെ നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറും സൂപ്പർ ആക്ടേഴ്സിന്റെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും അവരൊന്നും പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് കരിയറിൽ യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എന്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അങ്ങനെ ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട് ഇതുപോലെ. ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ്
പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർ പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദിൽ ഹുസൈൻ എന്നുള്ള ആക്ടർ, അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരു സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സ് ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചോ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമെന്നല്ലാതെ പേഴ്സണലി എൻ്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മുടെ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യണ്ടേ, അത് ഉറപ്പായിട്ടും ചെയ്യും. ഇതില് MDയുടെ മണ്ണെന്ന് പറഞ്ഞ സിനിമ ബുക്കിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കാൻ നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം വായിക്കുന്നത് അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും ആളുകളുണ്ട്. അറിവുള്ള ആളുകളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയെന്നില്ല. പുസ്തകം വായിക്കുന്നത് ഒരു പക്ഷേ ഇമാജിനേഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയെങ്കിലും മനസ്സിനെ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാളുപരി വേറൊരു വിഷ്വല് നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കാം ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരുടെ പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ഒരു ആക്സിഡന്റിൽ കിട്ടുന്നതാണെങ്കിൽ അയാൾ വായിക്കുകയും അയാൾ ഒരു സമയത്ത് അത് ഉപയോഗിക്കും. അതിലുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒരു ആക്ടറെ സംബന്ധിച്ച് പല രീതിയിലെ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനുവേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ സ്ക്രിപ്റ്റുകൾ കൂടുതൽ ചൂസ് ചെയ്യാനാണ് നോക്കുന്നത്. പിന്നെ ഈ പടത്തിലെ ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. ഇപ്പം നമ്മൾ ഇയാളെ അത്യാവശ്യം ഹ്യൂമർ കാര്യങ്ങളൊക്കെ ഇയാൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും വളരെ സത്യസന്ധനാണ്. ഇയാളുടെ ട്രൂ ഇമോഷൻസ് പ്രോപ്പറായിട്ട് ഡേവിഡിന്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നല്ല ക്യാരക്ടറായിട്ടാണ് ചൂസ് ചെയ്തത്. അത് എപ്പോഴും അതാണ് ഒരിക്കലും നമ്മൾ കോടിക്ക് വേണ്ടിയിട്ടല്ലോ. പണം നല്ലതാണെന്നൊക്കെ ചെയ്യണം. പണം നന്നാകുമ്പോൾ കുറെ കോടികളൊക്കെ ഉപയോഗിക്കും. നടികളുടെ ഷൂട്ട് പറഞ്ഞതിനേക്കാളും മുമ്പ് അതിലൊരു തല്ലുമാലയൊക്കെ കഴിഞ്ഞിട്ട് സമയത്ത് ഇതിന്റെ ഒരു ഫോട്ടോഷൂട്ട്, ഫസ്റ്റ് ഫോട്ടോഷൂട്ട് ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്ത് തന്നെ സൗകര്യം ഓൾറെഡി സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും ഈ പറയുന്ന സിനിമയുടെ ചിദംബരം ഡയറക്ട് ചെയ്യുന്ന കഥ ഇതൊക്കെ എനിക്ക് കൃത്യമായിട്ട് അറിയാം. സോ നമുക്ക് എൻ്റെ അടുത്തിന്റെ കഥയൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് 2022 ഓഗസ്റ്റിലെ ഒരു കാര്യമാണ്. അപ്പൊ അന്ന് മുതൽ ഈ സിനിമ ഞാൻ വേറെ സിനിമയുടെ ഷൂട്ടിലായിരുന്ന സമയത്താണെങ്കിലും ഇടയ്ക്ക് വിളിക്കുമ്പോഴും കാണുമ്പോഴും ഈ സിനിമയുടെ മഞ്ഞുമലിന്റെ അപ്ഡേറ്റ്സ് എനിക്ക് അറിയാൻ പറ്റാറുണ്ട്. അത് കഴിഞ്ഞ് നമ്മളുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ പറയുക, ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. അവിടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ഡയറക്ടർ അവിടെയാണല്ലോ, ജീന അവിടെയാണല്ലോ ആക്ടറായിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ട് ലൊക്കേഷനിൽ ഇവരുടെ കൂടെ. അവർ ഉച്ചയ്ക്കൊക്കെ പോയിട്ട് രാത്രി വരെ അവിടെ ഇവരെ എല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാരാണ്. അവര് ഇപ്പോൾ ചീതുണ്ട്, ഗണുണ്ട്, ബാലുണ്ട്, സൗഭാഗ്യുണ്ട്, ജീനുണ്ട്, ഷൈജുണ്ട്, അങ്ങനെ എല്ലാവരും നമുക്ക് വളരെ അടുപ്പമുള്ള ആൾക്കാരാണ്. അവിടെ ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് അവിടെ ചെന്നിരിക്കും. ഈ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിൽ നമ്മളെ സെറ്റ് ഇട്ടിരുന്നത് അവര് കാലടിയിൽ ഗോഡൗണിനകത്ത് സെറ്റ് ഇട്ടിരുന്നു. അപ്പൊ അന്ന് മുതലേ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരുന്നിട്ടുള്ള ഒരു സിനിമയാണ്. ആ സിനിമ അതൊക്കെയാണ് ബൗണ്ടറീസ് ബ്രേക്ക് ചെയ്തിരുന്നത്. ആദ്യം പോകേണ്ട വലിയ നമ്മളൊരു KGF പോലത്തെ സിനിമയോ ബാഹുബലി പോലത്തെ സിനിമയോ അല്ല മലയാള സിനിമയിൽ വരുന്നത്. അത് ഇങ്ങനെ ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇമോഷണലി മൂവിങ് ആയിട്ടുള്ള മഞ്ഞുമൽ ബോയ്സ് പോലത്തെ സിനിമ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ അന്ന് മുതലേ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ സിനിമ അങ്ങനെ ബൗണ്ടറീസ് കടന്ന് പോകേണ്ട ഒരു സിനിമയാണ്. അങ്ങനെ എനിക്ക് വലിയ പ്രതീക്ഷ പോയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അന്ന്
അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്ന് ഈ സിനിമയുടെ പ്രൊമോഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഞാനത് ക്രൗൺ പ്ലാസ ഹോട്ടലിലേക്ക് ഞാൻ വന്ന് കയറുമ്പോൾ അപ്പൊ അന്ന് പിറ്റേ ദിവസം അന്വേഷണം എടുത്ത് റിലീസ് ആയിരുന്നു. അപ്പൊ അതിന്റെ പ്രൊമോഷണൽ പ്രസ് മീറ്റിനൊക്കെ ഞാൻ വന്ന് കയറുമ്പോൾ ഞാൻ കാണുന്നത് ഒരു വണ്ടി, എന്റെ ഒരു സുഹൃത്തുക്കൾ ഒരു വണ്ടി കയറി പോകുന്നുണ്ട്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ആ സമയത്തും ഞാൻ പറഞ്ഞത് ഈ സിനിമ ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ്, പ്രതീക്ഷയോടെ തെറ്റിച്ചില്ല, വളരെ ഗംഭീരമായിട്ടുള്ള ആ സിനിമ അത് ഏറ്റവും വലിയ സക്സസ് തന്നെ നേടി. അത് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. ഇപ്പോഴും അതിന്റെ സന്തോഷം തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാര്യം ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ മഞ്ഞുകൊള്ള കുറെ ഫുട്ടേജ് തന്നെ സൗകര്യം എനിക്ക് അയക്കാനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്ന സിനിമ വളരെ രസമുള്ള സിനിമയായിരിക്കും, അത് ആളുകൾക്ക് ഇഷ്ടപ്പെടും, കണക്ട് ചെയ്യാൻ പറ്റുന്ന സിനിമയാവും. അത് കറക്റ്റായിട്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ കൂടുതൽ സന്തോഷം. അങ്ങനെയൊന്നും ചോദിച്ചാൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ അങ്ങനെ കരുതാറില്ല. എല്ലാ സിനിമയും നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് ഞാൻ ഡിപെൻഡ് ചെയ്യാറുള്ളത്. സാധാരണ പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താണ് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതും ഞാൻ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് എഴുതിയ പരീക്ഷയുടെ പേപ്പർ പോലെ തന്നെയാണ്. അത് വരുന്ന സമയത്തും ഞാൻ ഇതേ എക്സൈറ്റ്മെന്റോട് തന്നെ എനിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ ആ സിനിമ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്യുകയും കുറച്ചും കൂടെ കൂടുതൽ ഫിസിക്കലി മെന്റലി ഒക്കെ എഫേർട്ടിലേക്ക് വന്നിട്ടുള്ള സിനിമയാണ്. അത് വളരെ ഭംഗിയായിട്ട് ഷേപ്പായിട്ട് വരുന്നത്. പക്ഷെ അവകാശവാദങ്ങളൊന്നുമില്ല. പടം നല്ലൊരു സ്ഥലത്ത് വന്നിട്ട് 3D ആണ്. അതിനകത്ത് കുറെ കഥയുണ്ട്, ഒരു 3 കാലഘട്ടത്തിന്റെ കഥയുണ്ട്. കുറെ നല്ല പെർഫോമൻസസ് ഉണ്ടായിരിക്കും, കുറെ നല്ല മൊമെന്റ്സ് ഉണ്ടായിരിക്കും, ആക്ഷൻ രംഗങ്ങളുണ്ടായിരിക്കും, റൊമാൻസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ടോട്ടാലിറ്റി പ്രേക്ഷകർ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു അത്രത്തോളം സിനിമ വലിയ വിജയമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ കഥാപാത്രം ഞാൻ കാത്തിരുന്ന കഥാപാത്രം എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് അത് ഒരു 3 ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ അതിന്റെ മുമ്പ് ഒരു ഡയറക്ടറായിട്ടുള്ള എത്തിയിട്ടുണ്ട് പറഞ്ഞത്. അത് ഭയങ്കര പണിയാണ്. എനിക്ക് ഇപ്പോൾ നമ്മൾ വലിയ വലിയ ആളുകളൊക്കെ കമൽഹാസൻ കണ്ടപ്പോൾ ആളുകളൊക്കെ ചെയ്യുന്നതാണ് 3 വേഷം ഒരു സിനിമയിൽ തന്നെ. അതൊക്കെ ഞാൻ ചെയ്ത ശരിയാകുമെന്നൊക്കെയാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്. പക്ഷെ അവരെന്തെങ്കിലും ട്രസ്റ്റ് ചെയ്യുകയും ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻസ് കാര്യമായി തന്നെ എടുക്കുകയും ചെയ്ത് സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് 3 കാലഘട്ടങ്ങളിലായിട്ട് അത് അത്ര പ്രശ്നമില്ലാതെ അത്യാവശ്യം കൃത്യമായി തന്നെ നമുക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് ഞാൻ ഒന്നിനെയും ഒരു എന്താ പറയാ ഒരു അൾട്ടിമേറ്റ് ഇതായിരിക്കും അങ്ങനെ ഒന്നുമുള്ള അവകാശവാദങ്ങളില്ല. കാര്യം സിനിമ ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അത് ഏറ്റവും നല്ല വിജയമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുക. ആ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള റിസൾട്ട്. ആളുകളാണ് ബേസിക്കലി അങ്ങനെ എന്റർടൈൻ ആവുന്ന പ്രേക്ഷകർ ആളുകൾ കാണുകയും എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ സ്വപ്നം കണ്ടതിന്റെ പൂർണ്ണത സംഭവിക്കുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അതിനെ ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറയുന്ന സമയത്ത് വലിയ സന്തോഷമുണ്ട്. ആദ്യം കുറച്ച് പോസ്റ്ററുകളും ഒരേ ഒരു ടീസറും മാത്രമേ ആ സിനിമയെ പുറത്തു വന്നിട്ടുള്ളൂ. അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. സിനിമ കാണുന്ന സമയത്ത് പല സീൻസിലും ഇന്നാളുടെ ചെറിയ ഡൗട്ട് പോയിട്ടുണ്ട്. അപ്പം ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും റെഫറൻസ് ആയിട്ട് എഴുതിയിട്ടുണ്ട്? ഒരിക്കലും ഇല്ല. അത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന ആക്ടർ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ട്രോൾസും ഇതൊക്കെ കണ്ടായിരുന്നു. നമ്മളൊരിക്കലും ഇത് ഫിക്ഷനിലാണ്. ഇതൊരിക്കലും നമ്മൾ ആരും ഉദ്ദേശിച്ചിട്ട് ചെയ്യുന്നതല്ല. പലർക്കും തോന്നാം, ടോപ്പിക്കൊക്കെ ഓരോ സ്റ്റേജിൽ തോന്നിയിട്ടുണ്ട് ഞങ്ങളെ ഉദ്ദേശമാണ്. അതുപോലെ ആർക്കും തോന്നും, ആക്ടേഴ്സിന് ആർക്കും തോന്നാം. അതൊരിക്കലും ആരും പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. ഇത് ഒരു നമ്മൾ ബേസിക്കലി എല്ലാവരും സിനിമ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ എല്ലാവരുടെ സിനിമ വിജയിക്കണമെന്നും എല്ലാ സിനിമയും സെലിബ്രേറ്റ് ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് ആരെയും എനിക്ക് വരുന്ന എനിക്കറിയില്ല. അപ്പം ഞാൻ എങ്ങനെയാണ് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ഇതൊരു ഫിക്ഷണൽ ക്യാരക്ടറാണ്, ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അതാരും അങ്ങനെ പേഴ്സണലി എടുക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ഡയലോഗ് എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു കേട്ടോ, മെഡിക്കൽ ഡോക്ടർ എന്ന് പറയുന്നത്. അത് ആക്ച്വലി അത് ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്. ആ കോശി സാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയിൽ ഈ ആക്ടർ ഡേവിഡ് വന്നിട്ട് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ പറയുന്ന പോലത്തെ ഒരു ഫീലിംഗ് പറയുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. താൻ മെഡിക്കൽ ഗ്രൂപ്പാണോ, താൻ
പറയുന്നത് ഫീൽ ചെയ്യുന്നില്ല. അത് മെഡിക്കൽ വർക്ക് മോശം ജോലി ആണെന്നോ അല്ലെങ്കിൽ അവർക്ക് ഫീൽ ഇല്ലാത്തതൊന്നും നമ്മളോട് ഉദ്ദേശിച്ചിട്ടില്ല. ആ ക്യാരക്ടർ സംസാരിക്കുന്ന ഭാഷയാണ്, അത് എൻ്റെ ഭാഷയല്ല. ഓരോ ക്യാരക്ടർ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കൽ സംസാരിക്കുന്ന ഡേവിഡ് പടിക്കലിൻ്റെ ഭാഷയും ലെനിൻ സംസാരിക്കുന്ന ലെനിൻ്റെ ഭാഷയും PK സംസാരിക്കുന്ന PKയുടെ ഭാഷയാണ്. അപ്പോൾ അങ്ങനെ വരുത്താനാണ് ശ്രമിച്ചേക്കുന്നത്. ഇതൊന്നും നമ്മളാരും ഉദ്ദേശിച്ചിട്ടോ നമ്മുടെ ആരുടെയോ പൊളിറ്റിക്സോ ഒന്നും വേണ്ട. അത് ആ രീതിയിൽ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കും. സ്ക്രിപ്റ്റ് മൂവ്മെന്റ് എല്ലാവരും കൂടെ വർക്കൗട്ട് എടുത്ത് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളിത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും വേണം കേസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ല. താങ്ക് യു. ഞാനാണോ ഈ അച്യുതന്റെ ഈ ഇൻഡസ്ട്രി സൃഷ്ടിക്കുന്നത്? എല്ലാം എന്നോടൊന്നും ചോദിക്കണം. മറ്റേ ഗുരുവായൂരപ്പനെ പ്രമോഷൻ ഉടനെ അവരോട് ചോദിച്ചു. കാര്യം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് വേണം അവങ്ങളൊന്നും കൂടി വന്നല്ലേ വെറുതെ വന്നതാണോ. ഞാനുമായിട്ട് ഡിസ്കഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും അവരെ ഒരു പ്രൊജക്ട് സംഭവിക്കുന്നുണ്ട്. അത് അതിന്റെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഒക്കെ അവൻ തന്നെ ചെയ്യണ്ടല്ലേ. ഇനിയിപ്പോ ഞാൻ ബേസിൽ കണ്ടുപിടിച്ചു വന്നാൽ അതൊരു തമാശയാണ്. അത് ഈ കല്യാണ മുടക്കികൾ പറയുന്ന തമാശയാണ്. അപ്പൊ അതിന്റെ ടെംപ്ലേറ്റിൽ ഞാൻ പറഞ്ഞാണ്. ഇപ്പൊ ഒരു ചായക്കടലിൽ ചെന്ന് പയ്യനെ കേട്ടത് ഞാനൊന്നും പറയുന്നില്ല, ഞാനെല്ലാം പറഞ്ഞിട്ട് വേണം കള്ളും ഞാൻ എടുത്തിട്ട് സ്ഥലം കുളിക്കാൻ എന്ന് പറയുന്ന ആ തമാശ ഓർമ്മിച്ചാണ്. അല്ലാതെ ഞാൻ ബേസിൽ കണ്ടുപിടിക്കുന്നു പറഞ്ഞെന്ന് എനിക്ക് 10 സെക്കൻഡ് വീഡിയോ വരും. അവരങ്ങനെയാണ്. ടീട്ടോട്ടിലാണ് അവരൊരു കളിവച്ചിന്റെ പോലെയാണ്. ഓക്കെ.